ചങ്ങായിമാരെ നമസ്കാരമുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റീയൂണിയൻ സെഡ് എന്ന് പറയുന്ന ഒരു സോംബി ഷോർട്ട് ഫിലിമുമായിട്ടാണ്. നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ഒരു സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ 4 ഫ്രണ്ട്സിനെയും കാണിച്ചു തരുന്നു. അതിലിതേ ഈ പെൺകുട്ടിയുടെ പേരാണ് ഷെറിൽ, ഈ കണ്ണടയിട്ട ചെക്കൻ്റെ പേര് ജെഫ്രി, അതുപോലെ ഈ മൂക്ക് തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അവനാണ് അഫൂഖ്, പിന്നെ 4-ാമൻ ജോക്കോവും. ഇവരെല്ലാം കൂട്ടം കൂടിയെന്ന് എന്താണ് പറയുന്നതെന്നറിയോ? അവരടുത്തതായിട്ട് സ്റ്റേജിൽ കയറിയിട്ട് മ്യൂസിക്കൊക്കെ ഇട്ട് പാട്ട് പാടാൻ പോവുകയാണ്. അതുകൊണ്ട് നന്നായിട്ട് ചെയ്യണമെന്ന് പരസ്പരം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്കൂളിലെ എല്ലായിടത്തെയും പോലെ തന്നെ ഒരു തല്ലിപ്പൊളി ഗ്യാങ് ഉണ്ട്. അവർ മിക്കവാറും ഒക്കെ വന്നിട്ട് നമ്മുടെ അഫ്ലുവിനെ എപ്പോഴും കളിയാക്കിക്കൊണ്ടും എന്തെങ്കിലുമൊക്കെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും അവർ വന്ന് അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം ആ 4 പേരും ചേർന്ന് സ്റ്റേജിൽ കയറി അടിപൊളിയായിട്ട് പാട്ട് പാടുകയാണ്. അവരുടെ കാതിന് അത് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കേൾക്കുന്നവർക്കാർക്കും അതത്ര രസമൊന്നും തോന്നുന്നില്ല കേട്ടോ. കഴുതരാഗം എന്നൊക്കെ പറയില്ലേ, കാള അമർന്ന പോലെ, അതുപോലെ തന്നെയായിരുന്നു കേൾക്കുന്നവർക്ക് തോന്നുന്നത്. അവരെന്ത് ചെയ്യും, ചീമുട്ടയും തക്കാളിയൊക്കെ എടുത്തിട്ട് ചറ പറ കയറി ഇറങ്ങി പോടെ എവിടെ നിന്നും പറഞ്ഞിട്ട് ഒച്ച വെക്കാൻ തുടങ്ങി. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. വർഷങ്ങൾ പലത് കടന്നുപോയി. ഇപ്പോൾ നമ്മുടെ ജെഫ്രി കുറച്ച് ഫേമസ് ആയ ഒരു സെലിബ്രിറ്റിയാണ്. കുറച്ചധികം ആഡ്സുകളിലൊക്കെ പുള്ളിക്കാരൻ അഭിനയിച്ചു കഴിഞ്ഞു. ഒരല്പം രോമാഞ്ചം തരുന്ന ഇക്കിളിപ്പെടുത്തുന്ന ആഡ്സുകളിലാണ് പുള്ളിക്ക് താല്പര്യം കേട്ടോ. മറ്റൊരു വശത്ത് ഒരു ലാബ് കാണിക്കുന്നു. കുറച്ച് ഡോക്ടേഴ്സ് കുരങ്ങിനെയും മുയലിനെയും ഒക്കെ വെച്ച് എന്തൊക്കെയോ ടെസ്റ്റുകളും റിസർച്ചും ഒക്കെ ചെയ്യുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ഒരു കുരങ്ങിനെ കേജിൽ അടച്ചിട്ട് തള്ളിക്കൊണ്ട് എങ്ങോട്ടേക്ക് പോവുകയാണ്. ആ സമയത്ത് റിസപ്ഷനിലുണ്ടായിരുന്ന ഒരു പെണ്ണ് സ്വപ്ന സുന്ദരി ഞാൻ താനേ എന്നൊക്കെ ഗമയിട്ടുകൊണ്ട് ഈ കുരങ്ങ് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് വന്നിട്ട് ആ കുരങ്ങിനെ നോക്കി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ആ കുരങ്ങ് എന്തൊക്കെ ദേഷ്യം പിടിച്ച പോലെ ഇറിറ്റേറ്റ് ആയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കരയാനും ഒച്ചപ്പാടാക്കാനും ഒക്കെ തുടങ്ങി. ആ പെണ്ണിനെ കണ്ട് കൺട്രോൾ പോയതാന്ന് തോന്നുന്നു. എന്തോ ആട്ടെ ഡോക്ടർ, അയ്യോ ഇതിനെ ഇനി അടക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക് വെക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് തന്റെ ഫോണിൽ പാട്ട് വെക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? വേഗം എന്തെങ്കിലും മ്യൂസിക് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടറും ആ റിസപ്ഷനിസ്റ്റും കൂടി അകത്തേക്ക് പോകുന്നു. ആ സമയത്താണ് ലാബിലേക്ക് ഫുഡ് ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കടക്കാരൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അയാളും കുരങ്ങിനെ കണ്ടപ്പോൾ ജു അടിപൊളിയാണല്ലോ ചക്കടക്കുട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കൊഞ്ചിക്കാൻ നോക്കുമ്പോൾ അത് പിടിച്ചൊരു കടിയും കൊടുത്തു. എന്ന് നിലവിളിച്ചിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുരങ്ങിൽ ഒരു വൈറസ് ഉണ്ടായിരുന്നു. എന്ത് വൈറസാന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അല്ലേ? ഒരു സോംബി വൈറസ്. അങ്ങനെ ബൈ 1 ഗെറ്റ് 1 ഫ്രീ എന്ന് പറഞ്ഞ പോലെ ഫുഡും കൊണ്ടുവന്നവൻ സോംബി വൈറസും കൊണ്ട് പോക്കായി. തിരിച്ചുപോയ ആ കടക്കാരൻ രാത്രി ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം തന്റെ ഹോട്ടലിൽ എല്ലാവർക്കും വിൽക്കാൻ കൊടുക്കണമല്ലോ. അങ്ങനെ അതിനിടയിൽ അവന്റെ മൂക്കിലൂടെ എന്തോ ഒരു തരം ദ്രാവകം ആ ഫുഡിലേക്ക് വീഴുന്നു. അതായത് അതിലൂടെ സോംബി വൈറസ് ആ ഫുഡിലേക്കും പകരുന്നു. അടുത്ത ദിവസം അത് കഴിക്കുന്നവരുടെയൊക്കെ ഗതി അതോ ഗതി. ആ സീൻ കട്ട് ചെയ്തുകൊണ്ട് സിനിമയുടെ പേര് എഴുതി കാണിക്കുന്നു, റീയൂണിയൻ സെഡ്. അതിനുശേഷം ജെഫ്രിയെ കാണിക്കുന്നു. തന്റെ പഴയ കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് സ്കൂളിൽ ഒരു ഗെറ്റ് ടുഗദർ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുകയാണ് ജെഫ്രി. അത് കൂട്ടുകാരെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ. ഇതാണ് ഷെറിൽ. അവൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ജോക്കോവിനെയാണ്. അങ്ങനെ അടുത്ത ദിവസമായി റീയൂണിയന് വേണ്ടിയിട്ട് പഴയ കൂട്ടുകാരെല്ലാം സ്കൂളിലേക്ക് എത്തിയിരിക്കുന്നു. പണ്ടത്തെ ആ തലതെറിച്ച ഗ്യാങ് ഉണ്ടായിരുന്നല്ലോ, ഈ ഗെറ്റ് ടുഗദറിന് വന്നപ്പോഴും അവന്മാര് അവരുടെ സ്വഭാവം മാറ്റിയിട്ടൊന്നുമില്ല. അവിടെ വന്നിരിക്കുന്നവരെല്ലാരെയും അവരെല്ലാരും ചേർന്ന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്കൂളിലേക്ക് ഒരു കിടിലൻ പെണ്ണ് വരുന്നു. മൂക്കം തോണ്ടിക്കൊണ്ടാണ് വരുന്നത്. ഈ മൂക്ക് തോണ്ടൽ നമ്മൾ മുമ്പ് കണ്ടതാണല്ലോ. അഫൂഖ് എന്ന് പറഞ്ഞിട്ട് ഈ ഗ്യാങ്ങിൽ ഒരുത്തൻ ഉണ്ടായിരുന്നില്ലേ, അവനാണത്. അവനിപ്പോ സർജറിയൊക്കെ ചെയ്ത് ഒരു പെണ്ണായി മാറിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പരിപാടിക്ക് വേണ്ടിയിട്ട് ഹാളിലേക്ക് കിടക്കുന്നു. ആ സമയത്ത് നമ്മുടെ തലകറിച്ച ഗ്യാങ് ഉണ്ടല്ലോ, അവര് അഫൂഖിനെ കണ്ടിട്ട് എന്റെ പൊന്നു ഇതേതാട ചരക്ക് എന്നും പറഞ്ഞിട്ട് അവളെ സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്യാങ് ലീഡർ മൻസൂർ, അവൾ എന്റേതാണ്, അതുകൊണ്ട് നിങ്ങളാരും വായി നോക്കാൻ പാടില്ല എന്നൊക്കെ കൂട്ടുകാരോട് വീമ്പടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. അഫൂഖ് പെണ്ണായി മാറിയപ്പോ പേരും മാറ്റിയിരുന്നു കേട്ടോ, മെറീന എന്നാണ് പേര്. അങ്ങനെ മെറീന ആ തലതെറിച്ച ഗ്യാങ്ങുമായിട്ട് സംസാരിക്കുകയാണിപ്പോൾ. അല്ല, മെറീന എന്ന് പറഞ്ഞ പേരിൽ നമ്മുടെ കൂടെ ഒരാൾ പഠിച്ചതായിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല എന്ന് ആ ഗ്യാങ് പറയുന്നു. നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയാം, ഒന്ന് ഓർത്ത് നോക്ക് എന്നും പറഞ്ഞിട്ട് മായാമോഹിനിയിൽ ദിലീപേട്ടൻ പോകുന്നൊരു പോക്കുണ്ട്. അതുപോലെ മൂക്കും തോണ്ടിയിട്ട് പുള്ളിക്കാരി അങ്ങ് നടക്കുന്നു. ലവന്മാർക്ക് എത്ര ആലോചിച്ചിട്ട് ഇത് ആരാണെന്ന് പിടികിട്ടുന്നില്ല. ഇതുപോലെ മൂക്കും തോണ്ടിക്കൊണ്ട് ഒരാൾ ഉണ്ടായിരുന്നല്ലോ, ചേട്ടാ അതാരായിരുന്നു, പേര് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സീൻ കട്ട് ചെയ്ത് സ്കൂളിന് വെളിയിൽ
കാണിക്കുന്നു നമ്മളെ സോംബി കടക്കാരനില്ലേ, പുള്ളിക്കാരന്റെ കട എന്ന് പറയുന്നത് ആ സ്കൂളിന് തൊട്ടു മുന്നിലാണ്. ആ സ്കൂളിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെക്കനാണ് ജോയി. അവൻ ആ കടയിൽ കഴിക്കുന്നതിന് വേണ്ടി പോയിരിക്കുന്നു. അപ്പോൾ സാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നു. പുള്ളിക്കാരിക്ക് ജോയിയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വൺ സൈഡാണ്. സിംഗിൾ പസംഗുകൾ ആരും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, ഒന്ന് തെരഞ്ഞു നോക്ക്, തീർച്ചയായും കണ്ടു കിട്ടും. അങ്ങനെ സാറയും ജോയിയും കൂടിയിട്ട് ആ കടയിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിക്കാൻ നോക്കുകയാണ്. അപ്പോഴേക്കും അവരുടെ കുറച്ച് ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് തുള്ളിച്ചാടി വരുന്നു. 8ന്റെ പണി വാങ്ങാൻ കുട്ടിയുടുപ്പിട്ട് വന്ന കുറെ കുട്ടികൾ. അവർ വന്ന ഉടനെ എന്താ ചെയ്തത്, ഇവർ കഴിക്കാൻ വേണ്ടി വാങ്ങി വെച്ച ഫുഡും കൂടി തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് വീണ്ടും കുറെ ഫുഡും കൂടി ഓർഡർ ചെയ്യുന്ന അവിടെ ഇരുന്ന് കഴിക്കുന്നു. അതോടെ ജോയും സാറയും അവിടെ നിന്ന് കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ആ സോംബി കടക്കാരൻ നേരെ ആ സ്കൂളിലേക്ക് കയറി ചെല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി അയാളെ പുറത്താക്കിയിട്ട് ഗേറ്റും അടച്ച് പോരാത്തതിന് ലോക്കും കൂടി ചെയ്യുന്നു. എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് അല്ലേ, ഒരുമാതിരി ഒട്ടുക്കത്തെ കരുതലായിപ്പോയി. ഇതേസമയം സ്കൂളിനുള്ളിലാവട്ടെ നമ്മുടെ മൻസൂർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ എങ്ങനെയെങ്കിലും മെറീനയെ വളക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഓരോ ഡയലോഗുകളൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അയാൾ ടോയ്ലറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ദേണ്ടി നിൽക്കുന്നു മെറീന ജെൻസ് ടോയ്ലറ്റിൽ മൂത്രമൊഴിച്ചുകൊണ്ട്. അയ്യോ അവനാ നീ എന്നും പറഞ്ഞ് മൻസൂർ വാലിന് തീ പിടിച്ച പോലെ ഓട്ടം. പാവം മൻസൂർ ഓടിച്ചെന്ന് തന്റെ കൂട്ടുകാരോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അവരും ആകെ ഷോക്കായിപ്പോയി. ആ സമയത്ത് മൻസൂറിന്റെ ഫ്രണ്ടിന് ഈ മെറീന ആരാണെന്ന് ഇപ്പൊ ഓർമ്മ വരുന്നു. നമ്മുടെ സ്കൂളിൽ എപ്പോഴും മൂക്ക് തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരുത്തുണ്ടായിരുന്നില്ലേ അഫു, അവനാണിത് എന്ന് അവൻ കൂട്ടുകാരോട് ഓർമ്മിച്ച് പറയുന്നു. ഇതൊക്കെ കേട്ടതോടെ നമ്മുടെ മൻസൂറിന് ആകെ നാണക്കേടും ദേഷ്യമൊക്കെ വരുന്നു. നീ ആ CD കൊണ്ടുവന്നോ എന്ന് മൻസൂർ കൂട്ടുകാരനോട് ചോദിക്കുന്നു. അവൻ ആ CD എടുത്ത് കൊടുക്കുകയും ചെയ്യുന്നു. മൻസൂർ ഉടനെ തന്നെ ആ CD എടുത്ത് ഈ പ്രോഗ്രാമൊക്കെ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോയുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് ഈ CD ബിഗ് സ്ക്രീനിൽ പ്ലേ ചെയ്യാൻ പറയുന്നു. ചേട്ടാ, റൂൾസ് പ്രകാരം വേറെ ഒരു വീഡിയോയൊന്നും പ്ലേ ചെയ്യിച്ചൂടാന്നാണ് എന്ന് ജോ പറയുന്നു. അതോടെ മൻസൂറും കൂട്ടുകാരും കൂടിയിട്ട് അവനെ ഭീഷണിപ്പെടുത്തി അത് പ്ലേ ചെയ്യിപ്പിക്കുന്നു. അത് എന്ത് വീഡിയോ എന്നറിയോ? പണ്ട് നമ്മുടെ ഗ്യാങ്ങിലെ പിള്ളമാര് പാട്ടൊക്കെ പാടി അലമ്പാക്കിയിരുന്നില്ലേ സ്റ്റേജിൽ കയറിയിട്ട്, ആ വീഡിയോ. അത് കേട്ടോണ്ട് നിന്നവരൊക്കെ ഇത് ഏതടേ കഴുതരാഗെന്ന് പറഞ്ഞിട്ട് കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അതോടെ നമ്മുടെ 4 ഫ്രണ്ട്സിനും ഭയങ്കരമായിട്ട് വിഷമായി. ഇപ്പൊ ഞാൻ ഈ സാധനങ്ങളൊക്കെ എറിഞ്ഞുടക്കുന്നും പറഞ്ഞിട്ട് നമ്മുടെ ജോക്കോവ് അവിടെ ഇരുന്ന ഒരു മേശ വലിച്ചു പൊക്കാൻ നോക്കുന്നു. എവിടെ നല്ല വെയിറ്റ് അല്ലേ, നടക്കുക. അവസാനം അവിടെ ഉണ്ടായിരുന്ന ഒരു ടെസ്റ്റർ വലിച്ചെറിഞ്ഞിട്ട് അവൻ്റെ ദേഷ്യം തീർക്കുന്നു. അങ്ങനെ ഫംഗ്ഷൻ സ്റ്റാർട്ടായി. കുറച്ച് കുട്ടികൾ വന്നിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഈ പെൺകുട്ടികളാണ് നേരത്തെ സോംബി കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചത്. ഇതേ സമയം മറ്റൊരു മുറിയിൽ ഷെറിൻ ജോക്കോവിനോട് ദേഷ്യപ്പെട്ട് ഇനി ഒരു മണിക്കൂർ നേരത്തേക്ക് എന്റെ മുന്നിൽ വന്നു പോകരുത് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ഇപ്പുറത്താകട്ടെ എല്ലാവരും ഡാൻസ് കളിച്ച് ആഘോഷിക്കുകയാണ്. അതിനിടയിൽ ആ ഡാൻസർ പെൺകുട്ടികൾക്കിടയിൽ ചിലര് സോംബിയായി മാറാൻ തുടങ്ങി. ആ മൂവ്മെന്റ് ഒക്കെ കണ്ടപ്പോ ഹൈ, ആ പെൺപിള്ളേർ ഭയങ്കര ബ്രേക്ക് ഡാൻസ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അത് നോക്കി എൻജോയ് ചെയ്യുകയാണ്. ഇത് സോംബിയായി മാറുകയാണെന്ന് അവർക്ക് മനസ്സിലാവണ്ടേ. ഇനിമേ തന്നെ ആരംഭിക്ക പറയുന്നത് സോംബിയുടെ ആട്ടത്തെ. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും സോംബിയായി മാറിയ ഒരു ഡാൻസർ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു തന്നെ കടിച്ച് കീറാൻ തുടങ്ങി. ഇത് കണ്ടതോടെ എല്ലാവരും പേടിച്ചു വിറച്ചു. അപ്പോഴേക്കും മറ്റു പെൺകുട്ടികളും സോംബിയായി മാറി അവിടെയുള്ള ഓരോരുത്തരെ കടിച്ച് കീറാൻ തുടങ്ങി. നമ്മുടെ സാറയെ കടിക്കാൻ വന്ന ഒരു സോംബിയെ ജോ തടഞ്ഞു നിർത്തി അവളെ രക്ഷിക്കുന്നു. സോംബികൾ ഓരോരുത്തരെയായി കടിച്ച് പറിച്ച് കൊടയാൻ തുടങ്ങി. അത് കണ്ടതോടെ എല്ലാവരും അലറി വിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. സോംബികളുടെ കടിവാങ്ങിയ ആൾക്കാരും സാവധാനത്തിൽ സോംബികളായി മാറാൻ തുടങ്ങി. ഷെറിൻ ഭർത്താവിനോട് ദേഷ്യപ്പെട്ട് ഒരു റൂമിൽ പോയിരിക്കല്ലേ. ആ സമയത്ത് 3 പേര് അലറിക്കൊണ്ട് അവിടെ നിന്ന് ഓടുന്നത് അവൾ കാണുന്നു. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോയി നോക്കുന്നു. ആൾക്കാർ സോംബിയായി മാറിയതൊന്നും അവൾക്ക് അറിയില്ല. ഈ ഓടിപ്പോയ 3 പേര് പുറത്തു പോയിട്ട് ഗേറ്റ് തുറക്കാൻ നോക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അതിലൊരുത്തൻ സോംബിയായി മാറിയിരുന്നു. സോംബിയായി മാറിയ അവൻ ആ 2 പേരെയും ആക്രമിക്കാനായി വരുന്നു. അപ്പൊ അതിലൊരുത്തൻ പറയും, അയ്യോ എനിക്ക് കുടുംബം, ഭാര്യയും കുഞ്ഞും കുട്ടികളും എല്ലാവരും ഉണ്ട്, അതുകൊണ്ട് എന്നെ വിടട്ടേക്ക്, ദൈവൻ ഒരു പണിയും ചെയ്യാതെ ഭൂമിക്ക് ഭാരമായിട്ട് നിൽക്കുക, ഇവനെ പിടിച്ചോന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് തള്ളിയിടുന്നു. ആ സോംബി ആദ്യം അവനെ അറ്റാക്ക് ചെയ്യുന്നു. അതിനുശേഷം അവനെ തള്ളിയിട്ടവനെയും അറ്റാക്ക് ചെയ്ത് കടിച്ച് കീറി കൊല്ലുന്നു. ഇതേസമയം നമ്മുടെ ജെഫ്രി ബാത്റൂമിൽ മുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അവന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ആ സമയത്ത് ഒരു ലേഡി സോംബി ആ ബാത്റൂമിലേക്ക് വരുന്നു. പുറംതിരിഞ്ഞിരിക്കുന്ന ജെഫ്രിക്കുണ്ടോ ഇത് സോംബിയാണെന്ന് മനസ്സിലാവുന്നു. അവൻ അവളോട് പറയും, നീ ഏതാടി കൊച്ചെ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്, എന്റെ കൂടെ ഫോട്ടോ എടുക്കാനാണോ? ഞാൻ ഇതൊന്ന് തീർത്തോട്ടെ എന്നിട്ട് വന്ന് ഫോട്ടോ എടുക്കാം എന്നൊക്കെ ബിൽഡപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ജെഫ്രിൻ. ആ സോംബി പെണ്ണാവട്ടെ അവന്റെ അടുത്തേക്ക് അടിവെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആ സോംബിയുടെ മുഖം അവൻ കാണുന്നത്. ഞെട്ടിത്തെറിച്ചു പോയ അവന്റെ മേലേക്ക് ആ സോംബി അറ്റാക്ക് ചെയ്യാനായി ചാടി വീഴുന്നു. ജെഫ്രിക്കാട്ടെ ഇത് എന്തു കുന്തമാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആ സമയത്ത് ഇവിടെ നടക്കുന്ന ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് പുറത്തുണ്ടായിരുന്ന ഷെറിൻ അങ്ങോട്ടേക്ക് വരുന്നു. ഷെറിൽ കയ്യിലുണ്ടായിരുന്ന ഒരു കുപ്പിയെടുത്ത് ആ സോംബിയുടെ തലയിലേക്ക് അടിച്ചു പൊട്ടിക്കുന്നു. പക്ഷെ ആ സോംബിക്ക് ഒന്നും തന്നെ പറ്റിയില്ല. ആ സോംബി ദേഷ്യത്തോടെ ഷെറിന് നേരെ തിരിഞ്ഞു. ഷെറിനെ കടിച്ചു പറിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സോംബി അവളുടെ മേലേക്ക് ചാടി വീഴുന്നു. ഷെറിന്റെ കയ്യിലാവട്ടെ നേരത്തെ സോംബിയുടെ തല അടിച്ചു പൊട്ടിച്ച ആ കുപ്പി കഷ്ണം ബാക്കിയുണ്ടായിരുന്നു. സോംബി ചാടി വീണത് അതിന് മുകളിലേക്കായി പോയി. ആ കുപ്പി കഷ്ണം തലയിൽ കുത്തിക്കേറി ആ സോംബി അവിടെ വെച്ച് തന്നെ
തന്നെ മർഗയ. പുറത്താകട്ടെ പേടിച്ച് വിറച്ച ആൾക്കാരൊക്കെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഓടി പുറത്തേക്ക് പോകുന്നു. പക്ഷെ വാച്ച്മാൻ ഗേറ്റും പൂട്ടിയിട്ട് എങ്ങോട്ടേക്കോ പോയിട്ടുള്ളത്. ഒരുത്തനും അതിൻ്റെ അതൊന്നും പുറത്തിറങ്ങാൻ പറ്റിയില്ല. രക്തദാഹികളായ സോംബികൾ ആ കൂട്ടത്തിലേക്ക് ഇരച്ചു കയറി എല്ലാവരെയും കടിച്ച് കീറാൻ തുടങ്ങി. ആ സ്കൂളിലെ ഒരു ടീച്ചർ സോംബികളുടെ പിടിയിൽപ്പെടാതെ ഒളിച്ചൊളിച്ച് പോവുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഒരു സോംബി അവരുടെ പിന്നിലൂടെ വരുന്നത് അവർ ശ്രദ്ധിച്ചില്ല. എന്തോ ഭാഗ്യം കൊണ്ട് ജെഫ്രിയും ഷെറിലും അത് കണ്ട് ആ സോംബിയെ അടിച്ചിട്ടിട്ട് അവരെ അവിടെ നിന്നും രക്ഷിക്കുന്നു. എന്നിട്ട് എന്ത് കാര്യം, അപ്പോഴേക്കും ചറപറ സോംബികൾ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. 3 പേരും പേടിച്ച് അവിടെ നിന്ന് ഒറ്റ ഓട്ടം. ഇതേസമയം വേറെ 4 പേര് എങ്ങനെയൊക്കെയോ കൂടി സോംബികളുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സ്കൂളിൽ നിന്നും പുറത്തേക്ക് കടക്കാമെന്ന് കരുതി ഗേറ്റിനടുത്തേക്ക് പോയപ്പോഴേക്കും അവിടെ നിറയെ സോംബികൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് അയ്യാന്ന് പറഞ്ഞ് പേടിച്ച് ഒരൊറ്റ ഓട്ടം. മറ്റൊരു വശത്ത് ജോക്കോവ് തന്റെ ഭാര്യയെ അന്വേഷിച്ച് നടക്കുകയാണ്. അവൻ ഒരുത്തനോട് തന്റെ ഭാര്യയെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇല്ല എന്ന് മറുപടി പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇതേസമയം ഷെറിലും ജെഫ്രിയും ആ ടീച്ചറും ഒരു മുറിക്കിളി കയറി വാതിലടച്ച് ഒളിച്ചിരിക്കുകയാണ്. ആരെങ്കിലും സഹായത്തിന് വിളിക്കാമെന്ന് കരുതി മൊബൈൽ എടുത്ത് ജെഫ്രി ഫോൺ വിളിക്കാൻ നോക്കുമ്പോൾ അവൻ പിടിച്ചിരുന്ന വാതിൽ കൈവിട്ട് കളയുന്നു. കാറ്റടിച്ച് ആ വാതിൽ പതിയെ തുറക്കുന്നു. ആഹാ, പുറത്തു നിന്ന് സോംബികൾക്ക് 3 ഹ്യൂമൻ ഫ്രൈ കിട്ടിയതുപോലെ അവർ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. ആ സോംബികൾ ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പ് ടീച്ചറും ഷെറിലും കൂടിയിട്ട് ആ വാതിൽ അടച്ചു പിടിക്കുന്നു. ഒരു സോംബിയുടെ കൈ മാത്രം ഉള്ളിലേക്ക് കടന്നു നിൽക്കുകയാണ്. ഈ സമയം ജെഫ്രി ആവട്ടെ അവന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്, എന്നെ രക്ഷിക്കട എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ചോണ്ടിരിക്കുകയാണ്. എവിടെയോ ഉള്ള ഫ്രണ്ടിനെ വിളിച്ചിട്ട് തന്നെ രക്ഷിക്കാൻ പറഞ്ഞിട്ട് എന്ത് കാര്യം. അപ്പോഴേക്കും ആ സോംബികൾ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്നു. ഓടുന്നതിനിടയിൽ ജെഫ്രി ഫോൺ വെച്ചപ്പോൾ അത് താഴേക്ക് വീഴുകയും ചെയ്തു. അവസാനം എങ്ങനെയൊക്കെയോ കൂടി ഒരു ചെയറും പിടിച്ച് ജെഫ്രി ആ 3 സോംബികളെയും തള്ളി നിർത്തുകയാണ്. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് 3 പേര് ഒരുമിച്ചിറങ്ങിയാലും ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതിപ്പോ നമ്മളെ അവസ്ഥ അതുപോലെയാണല്ലോ എന്നും പറഞ്ഞിട്ട് ജെഫ്രി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വന്ന് ആ 3 സോംബികളുടെയും തലമണ്ട അടിച്ചു പൊട്ടിച്ച് അവയെ കൊല്ലുന്നു. മറ്റൊരു വശത്ത് സാറയും അവളുടെ ഫ്രണ്ടും ഒരു സോംബിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോംബി അവരുടെ പിന്നാലെ തന്നെയുണ്ട്. അതിനിടയിൽ സാറ കാല് തട്ടി താഴെ വീണ് അവളുടെ കാലിന് പരിക്ക് പറ്റുന്നു. അവൾക്ക് എഴുന്നേറ്റ് ഓടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതോടെ കൂട്ടുകാരി അവളെ ഉപേക്ഷിച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്നു. സോംബി സാറയെ കട്ടിച്ച് കീറാനായി അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നു. അപ്പോഴേക്കും കറക്റ്റ് സമയത്തിന് ജോക്കോവും ജെറിയും അങ്ങോട്ടേക്ക് വന്ന് അവളെ രക്ഷപ്പെടുത്തുന്നു. സാറയെ ഒറ്റക്കാക്കി പോയ ആ കൂട്ടുകാരിയില്ലേ, അവള് ഓടി ഒരു സ്ഥലത്ത് നിന്ന് ആ വാതിൽ തുറന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അത് ചങ്ങലയിട്ട് പൂട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്. അവൾ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അത് തുറക്കാൻ അവൾക്ക് സാധിച്ചില്ല. അപ്പോഴേക്കും ആ സ്കൂളിന്റെ വാച്ച്മാൻ ഒരു സോംബിയായി വന്ന് അവളെ കടിച്ച് കീറി പറിച്ചു കൊല്ലുന്നു. ഇതേസമയം ജെഫ്രിയും കൂട്ടരും ആ സെക്യൂരിറ്റിയോടൊപ്പം CCTV മുറിയിലേക്ക് പോകുന്നു. ശേഷം എവിടെയെല്ലാം സോംബികളുണ്ടെന്നും എങ്ങനെ രക്ഷപ്പെട്ടു പോകാമെന്നുമൊക്കെ CCTVയിലൂടെ നിരീക്ഷിക്കുകയാണ് അവർ. പക്ഷേ അവർക്ക് രക്ഷപ്പെടാൻ പഴുതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാ സ്ഥലത്തും സോംബികൾ നിറഞ്ഞിരുന്നു. ആ സ്കൂളിന്റെ കോറിഡോറുകളിലൂടെയെല്ലാം സോംബികൾ രക്തദാഹികളായി ചന്നം പിന്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വശത്ത് ജോക്കോവും ജോയിയും സാറയും ഒരു മുറിയിൽ ഒളിച്ചിരിക്കുകയാണ്. തന്റെ ഫ്രണ്ട്സിന് എങ്ങനെയെങ്കിലും ഫോൺ വിളിക്കാമെന്ന് കരുതി ജോക്കോവ് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ എവിടെ ആരുടെ കയ്യിലും മൊബൈലില്ലല്ലോ. അതിനുശേഷം അയാൾ പോലീസുകാരെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിക്കുന്നു. പക്ഷേ കോള് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. ആ സീൻ കട്ട് ചെയ്ത് വേറെ 3 പേരെ കാണിക്കുന്നു. അതിലൊരു പെണ്ണ് ചുറ്റും സോംബികൾ ഉണ്ടെന്ന് പോലും ചിന്തിക്കാതെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അവളുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേരും സോംബികളായി മാറുന്നു. അവർക്ക് എപ്പോഴോ കടിയേറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ 2 സോംബികളും കൂടി ആ മേക്കപ്പുകാരി പെണ്ണിനെ കടിച്ച് കീറി കൊല്ലുന്നു. വീണ്ടും ജോക്കോവിനെ കാണിക്കുന്നു. അവൻ ഒരുപാട് നേരം ട്രൈ ചെയ്തപ്പോൾ അവസാനം പോലീസ് സ്റ്റേഷനിലേക്ക് കോള് കിട്ടുന്നു. ജോക്കോവ് ആ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോലീസുകാരെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. പക്ഷേ ഈ പോലീസുകാർ ഈ കഥയൊക്കെ കേട്ടിട്ട് വിശ്വസിക്കുന്നുണ്ടോ? സോംബികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഡേ വെറുതെ പ്രാങ്ക് കോളൊന്നും ചെയ്ത് നമ്മളെ ഉണ്ടാക്കാൻ നിൽക്കല്ലേ, വെച്ചിട്ട് പോടെ എന്ന് പോലീസുകാർ മറുപടി പറയുന്നു. ഉടനെ തന്നെ സാർ ആ ഫോൺ പിടിച്ചു വാങ്ങി അയ്യോ എന്നെ ഇവർ റേപ്പ് ചെയ്യുന്നേ, അയ്യോ എന്നെ രക്ഷിക്കണേ, സെനീത്ത് ഹോസ്പിറ്റലിലേക്ക് വരണേ, എല്ലാവരും രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് വെറുതെ ആക്ടിങ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. മറ്റൊരു വശത്ത് മെറീനയും മൻസൂറും അവന്റെ ഒരു ഫ്രണ്ടും കൂടി ഒളിച്ചിരിക്കുകയാണ്. അവരുടെ മുന്നിലൂടെ സോംബികളൊക്കെ പോകുന്നുണ്ട്. അവരൊക്കെ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. CCTV റൂമിലുള്ള 4 പേരും സേഫ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇവിടെ മൻസൂറും മെറീനയും ഫോട്ടോയൊക്കെ നോക്കി സൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മൻസൂറിന്റെ ഫ്രണ്ട് ഒരുത്തനുണ്ടായിരുന്നല്ലോ, അവൻ സോംബിയായി മാറുന്നു. മെറീന കയ്യിലുണ്ടായിരുന്ന ഒരു സോഡാ കുപ്പി മൻസൂറിന് കൊടുക്കുന്നു. അവൻ ആ സോഡാ കുപ്പി എടുത്ത് സോംബിയുടെ തലയിൽ അടിച്ച് പൊട്ടിക്കുന്നു. എന്നിട്ട് പൊട്ടിപ്പോയ ആ കുപ്പി എടുത്ത് സോംബിയെ കുത്തി കൊല്ലുന്നു. സെക്യൂരിറ്റി റൂമിലുള്ളവർ CCTV വഴി പുറത്ത് പോലീസുകാർ വന്നു നിൽക്കുന്നത് കാണുന്നു. സാറയും ജോയും ജോക്കോവും പോലീസുകാർ അവിടേക്ക് വരുന്നത് ജനലിലൂടെ കാണുന്നു. അവർക്കും ഒരു തരത്തിൽ സമാധാനമായി. എങ്ങനെയെങ്കിലും പോലീസുകാർ വന്ന് തങ്ങളെ രക്ഷിക്കുമല്ലോ. സത്യം പറഞ്ഞാൽ പോലീസുകാർക്ക് ഉള്ളിൽ സോംബി ഉണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. സാറ നിലവിളിച്ചല്ലോ തന്നെ റേപ്പ് ചെയ്യാൻ പോവുകയാണെന്ന്. അതിന്റെ പേരിലാണ് അവരങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ജോക്കോവ് ഉടനെ തന്നെ മെറീനയ്ക്ക് ഫോൺ വിളിക്കുന്നു. എന്നിട്ട് പോലീസുകാർ നമ്മളെ സഹായിക്കാൻ എത്തിയിട്ടുണ്ടെന്നും വേഗം തന്നെ സേഫ് ആയിട്ട് ലാബിലേക്ക് വരൂ എന്നും ജോക്കോവ് മെറീനയോട് പറയുന്നു. മെറീന അവട്ടെ കയ്യിലൊരു ചപ്പാത്തിക്കോലൊക്കെ എടുത്തിട്ട് ലാബിലേക്ക് പോവാൻ തയ്യാറെടുക്കുന്നു. 3 പോലീസുകാർ സ്കൂളിന്റെ ഗേറ്റ് ഒക്കെ തല്ലി പൊട്ടിച്ച് അകത്തേക്ക് കയറി വരുന്നു. പോലീസുകാർ അകത്തേക്ക് കയറിയതും ഒരു സോംബി പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അത് കണ്ട് പോലീസുകാർ മാഡം നിങ്ങൾക്കാണോ പ്രശ്നം എന്ന് ചോദിച്ചതും ആ സോംബി അത്
അതിലൊരു പോലീസിന്റെ കഴുത്തിലേക്ക് ചാടി കടിച്ച് അവനെ കൊല്ലുന്നു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു പോലീസുകാരൻ കയ്യിലെ തോക്ക് ഉപയോഗിച്ച് ആ സോംബിയുടെ തലയിൽ വെടിവെച്ച് കൊല്ലുന്നു. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ സെക്യൂരിറ്റി റൂമിലിരുന്ന് ഷെറിനും കൂട്ടരും കാണുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നിരവധി സോംബികൾ ആ പോലീസുകാരുടെ മുന്നിലേക്ക് വരാൻ തുടങ്ങി. അവർ പറ്റുന്ന തരത്തിലൊക്കെ അവയെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. പക്ഷെ പിന്നിൽ നിന്നും വന്നുകൊണ്ടിരുന്ന സോംബികളെ അവർ കണ്ടില്ല. പിന്നെ പറയണ്ടല്ലോ പൂരം, രണ്ടുപേരുടെയും കൊരവള്ളി കട്ടിച്ച് പറിച്ച് സോംബികൾ അവരെയും കൊല്ലുന്നു. CCTVയിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന ഷെറിനും സംഘവും നമ്മളെ രക്ഷിക്കാൻ വന്ന പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടേണ്ട അവസ്ഥയായി പോയല്ലോ നമുക്ക് എന്ന് പറഞ്ഞിട്ട് തലയിൽ കൈവച്ചിരിക്കുകയാണ്. മറ്റൊരു വശത്ത് മൻസൂറും മെറീനയും സോംബികളിൽ നിന്ന് രക്ഷപ്പെട്ട് ലാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഒരു സോംബിയുടെ കൈ തട്ടിയിട്ട് ലാപ്ടോപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ പ്ലേ ആവുന്നു. ആ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മുടെ ഗ്യാങ് എല്ലാരും കൂടി ചേർന്നിട്ട് പണ്ട് സ്റ്റേജിൽ വെച്ചൊരു പാട്ട് പാടിയിരുന്നില്ലേ, നേരത്തെ എല്ലാവരും കണ്ടിട്ട് കളിയാക്കിയ പാട്ട്, അത് തന്നെ. ആ പാട്ട് കേട്ടതോടെ സോംബികളൊക്കെ വളരെ ഇറിറ്റേറ്റ് ആയ പോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി. അമ്മാതിരി കഴുതരാഗം കേട്ട സോംബികളല്ല നമ്മളായാലും എന്തൊക്കെയോ കളിച്ചു പോകും. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സോംബികൾക്കും. സോംബികൾ മ്യൂസിക് കേട്ട് അലറുന്നത് ഷെറിനും സംഘവും CCTVയിലൂടെ കാണുന്നു. ഇതേസമയം മൻസൂറും മെറീനയും ലാബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് ഒരു സോംബി വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നു. മൻസൂറിന് സോംബിയുടെ കടിയേൽക്കുന്നു. അവൻ സോംബിയായി മാറുന്നതിന് മുമ്പ് മറ്റൊരു വഴിയുമില്ലാതെ മെറീന തന്നെ അവനെ കൊല്ലേണ്ടി വരുന്നു. ഒടുവിൽ എങ്ങനെയൊക്കെ കൂടി രക്ഷപ്പെട്ട് മെറീന ലാബിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ പിന്നാലെ മറ്റ് 4 പേരും അങ്ങോട്ടേക്ക് എത്തുന്നു. ഷെറിനും സംഘവും ഈ സോംബികളെല്ലാം മ്യൂസിക് കേട്ടതോടെ അലറാൻ തുടങ്ങിയിരുന്നു എന്ന കാര്യം ജോക്കോവിനോടും സംഘത്തോടും പറയുന്നു. അതിനുശേഷം സെക്യൂരിറ്റി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോംബികളെ എല്ലാം ഡിസ്ട്രാക്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതോടൊപ്പം ടീച്ചറും അതിന് ശ്രമിക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ സോംബികളുടെ കടിയേറ്റ് മരിക്കാനായിരുന്നു ആ ടീച്ചറുടെ വിധി. അതിനുശേഷം ആ 4 ഫ്രണ്ട്സും കൂടിയിട്ട് സ്റ്റേജിലേക്ക് വരുന്നു. എന്തിനാ, പണ്ട് സ്റ്റേജിൽ കയറി ആടി തിമിർത്ത പോലെ ഇപ്പോഴും പാടി തിമിർക്കുന്നതിന് വേണ്ടിയിട്ട് അവര് സ്റ്റേജിൽ കയറി തങ്ങളുടെ കഴുതരാഗം ആലപിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഒരു സോംബി അങ്ങോട്ടേക്ക് വന്ന് ജോയിയെ ആക്രമിക്കുന്നു. അവന് കടിയേൽക്കുകയും ചെയ്യുന്നു. ഉടനെ തന്നെ അവരെല്ലാരും ചേർന്ന് ജോയിയെ ഒരു കസേരയിലേക്ക് കെട്ടിയിടുന്നു. ശേഷം ഉച്ചത്തിൽ ആർത്ത് വിളിച്ചുകൊണ്ട് അവർ പാട്ട് പാടുകയാണ്. അപ്പോഴേക്കും നിരവധി സോംബികൾ അങ്ങോട്ടേക്ക് വാതിൽ തല്ലി പൊളിച്ചുകൊണ്ട് കയറി വരുന്നു. പക്ഷെ ഇവരുടെ പാട്ട് കേട്ടതോടെ ആ സോംബികളുടെയൊക്കെ തല പൊട്ടിത്തെറിച്ച് മരിക്കാൻ തുടങ്ങി. ആ ഗ്യാങ് നിർത്താതെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാടി 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 സോംബികളെല്ലാം തല പൊട്ടിത്തെറിച്ച് മരിക്കുന്നു. കണ്ടോ, ശുദ്ധ സംഗീതത്തിന് സോംബികളെ വരെ കൊല്ലാനുള്ള കഴിവുണ്ട്. എന്താ പറയണ്ടല്ലേ. അങ്ങനെ സോംബികളെല്ലാം അവിടെ മരിച്ചു വീഴുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു പത്രവാർത്തയാണ് നമ്മെ കാണിക്കുന്നത്. ഒരു സോംബികളെ പോലും ആ സ്കൂളിൽ നിന്നും പുറത്തേക്ക് വിടാതെ എല്ലാ സോംബികളെയും അവിടെ തന്നെ കൊന്ന് ആ നഗരത്തെ രക്ഷിച്ചതിന്റെ പേരിൽ ഈ ഗ്യാങ്ങിന് വലിയ അവാർഡും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നു. അതാണ് ആ പത്രവാർത്ത. അന്ന് ആ സോംബികളുടെ കൂടെ ജോയിയും മരിച്ചിരുന്നു. അക്കാര്യം ഓർത്ത് പാവം സാറയ്ക്ക് വിഷമമാവുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. ശേഷം നമ്മുടെ സോംബി കടക്കാരനെയാണ് കാണിക്കുന്നത്. അയാൾ ഇപ്പോഴും ചത്തിട്ടില്ല. തന്റെ ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് ഓരോ നഗരത്തിലും ഭക്ഷണം സപ്ലൈ ചെയ്തുകൊണ്ട് നടക്കുകയാണ് അയാളിലൂടെ ആ നഗരത്തിലേക്ക് സോംബികൾ വീണ്ടും പകരുമെന്ന് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു സിനിമയുമായിട്ട് ഉടൻ തന്നെ വന്നേക്കാം. അതുവരെ